എപ്പിസോഡ് 1 നിർണായകം. അഭികുഞ്ഞെ, മോൻ എത്താറായോ? വേഗം വാ, അമ്മയ്ക്ക് സീരിയസ് ആണ്. കാര്യസ്ഥൻ രാമുവിന്റെ ശബ്ദം അഭിമന്യുവിന്റെ കാതുകളിൽ പ്രകമ്പനം കൊണ്ടു. റോഡിലെ മഴവെള്ളത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവന്റെ ബൈക്ക് വീട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു. ദൂരമേറെ ഉണ്ടെന്ന് തോന്നിയ ആ യാത്രയിലുടനീളം അഭിമന്യുവിന്റെ മനസ്സാകെ അമ്മ സാവിത്രിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ആരുമല്ലാതിരുന്ന തനിക്ക് ജീവിതം തന്നതും വീടായി മാറിയതും സ്നേഹമൂട്ടി വളർത്തിയതും ആ അമ്മയായിരുന്നു. പെറ്റമ്മയല്ലാതിരുന്നിട്ടും സ്വന്തം മകനായിട്ടായിരുന്നു അവർ തന്നെ സ്നേഹിച്ചത്. അഭിമന്യുവിന്റെ വളർത്തമ്മ സാവിത്രി ഒരു സാധാരണ സ്ത്രീയായിരുന്നില്ല. പേരുകേട്ട മേപ്പാട് തറവാട്ടിലെ പെൺതരി. പിള്ളൈ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സോമനാഥ പിള്ളയുടെ ഒരേയൊരു മകളായിരുന്നു സാവിത്രി പിള്ള. ഇന്ത്യയിലെ ടോപ്പ് 10 ബിസിനസ് ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പിള്ളൈ ഗ്രൂപ്പിന്റെ മേധാവിയും അധിപനും 75-കാരനായ സോമനാഥ പിള്ളയാണെങ്കിലും മൂത്ത ആൺമക്കളായ മുകേഷ് പിള്ളയും മനോജ് പിള്ളയുമാണ് നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവരുടെ ഇളയ പെങ്ങളാണ് സാവിത്രി. അഭിമന്യുവിനെ എന്ന് സാവിത്രി ദത്തെടുത്തോ അന്ന് തുടങ്ങി മേപ്പാട് തറവാട്ടിലെ അസ്വാരസ്യങ്ങൾ. തറവാട്ടിൽ ആരും അവന് വില കൽപ്പിച്ചിരുന്നില്ല. കൊട്ടാര സമാനമായ മേപ്പാട് തറവാട്ടിൽ മാളിക പോലൊരു മുറി സാവിത്രിക്കായി ഉണ്ടായിരുന്നെങ്കിൽ കൂടി അഭിമന്യുവിന് ലഭിച്ചത് അടുക്കളയുടെ സമീപത്ത് ചെറിയൊരു മുറിയായിരുന്നു. എങ്കിലും അവനൊരു പരിഭവമോ പരാതിയോ ഒന്നുമില്ലായിരുന്നു. തന്റെ മകൻ ഇങ്ങനൊരു മുറിയിൽ കഴിയുമ്പോൾ സൗകര്യങ്ങളോടെ തന്റെ മുറിയിൽ കഴിയാനുള്ള മനസ്സ് സാവിത്രിക്കുമില്ലായിരുന്നു. എല്ലാ സുഖങ്ങളും വിട്ടൊഴിഞ്ഞ് അവർ അഭിമന്യുവിനോടൊപ്പം ആ കുഞ്ഞു മുറിയിലേക്ക് താമസം മാറ്റി. അങ്ങനെയുള്ള തന്റെ അമ്മയാണ് ഇന്ന് മരണത്തോട് മല്ലിട്ട് ആ വീട്ടിൽ കിടക്കുന്നത് എന്നോർക്കവേ അവന്റെ നെഞ്ചു വിങ്ങി. കാര്യസ്ഥൻ രാമു അറിയിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ ആരും അവൻ അറിയിക്കാൻ പോലും തുനിയുമായിരുന്നില്ല. വീട്ടിലെത്തിയതും ബൈക്കിൽ നിന്നും ഇറങ്ങി മുറിയിലേക്ക് ഓടുകയായിരുന്നു അവൻ. വാതിലിന്റെ മുന്നിലാണ് അവന്റെ നെഞ്ചിടിപ്പോടെയുള്ള ഓട്ടം അവസാനിച്ചത്. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തിൽ ശ്വാസമെടുക്കുന്ന സാവിത്രിയെ നോക്കി വേഗം അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അമ്മയുടെ വലം കൈ തന്റെ 2 കൈകൾക്കുള്ളിൽ അവൻ പൊതിഞ്ഞുവെച്ചു. ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല. നമുക്കുടനെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞ് കുറച്ച് പണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മ വിഷമിക്കാതെ നമുക്ക് വേഗം പോവാം. അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറയുമ്പോൾ അവന്റെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം സാവിത്രി തന്റെ കണ്ണുകൾ കൊണ്ട് അവനോട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. സാവിത്രി തന്റെ ഓക്സിജൻ മാസ്ക് മാറ്റിക്കൊണ്ട് അവനോട് എന്തോ പറയാൻ ശ്രമിച്ചു. ഓനെ, നീ അനാഥനല്ല. മുത്തശ്ശനും ഈ സ്വത്തുക്കളും. സാവിത്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അഭിമന്യു അവരെ തടഞ്ഞിരുന്നു. അമ്മ, അയാളെപ്പറ്റി അമ്മ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്ക് കേൾക്കണ്ട. മനുഷ്യനാണോ അമ്മ അയാള്? എത്ര നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്? നാളിതുവരെ എന്താ ഏതാ എന്തെങ്കിലും അന്വേഷിച്ച് ഈ മുറിയിലേക്ക് വരാൻ തോന്നിയിട്ടുണ്ടോ അയാൾക്ക്? അമ്മയെ ചികിത്സിക്കാനോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ ശ്രമിച്ചോ? അയാളെ പറ്റി പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. അഭി തന്റെ ദേഷ്യവും നീരസവും മറച്ചു പിടിക്കാതെ സാവിത്രിയോട് പറഞ്ഞു. സമയം കഴിയുന്തോറും സാവിത്രിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അമ്മേ, അമ്മേ! അത്യധികം ഭയത്തോടെ അഭിമന്യു സാവിത്രിയെ നോക്കി കണ്ണീരോടെ വിളിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങിയോടി മുകളിലത്തെ നിലയിലേക്ക് ചെന്നു. അമ്മയ്ക്ക് തീരെ വയ്യ. വേഗം എന്തെങ്കിലും ചെയ്യണം. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കണം. അവൻ യാചനയുടെ സ്വരത്തിൽ അവരോട് പറഞ്ഞു. പുതിയ ബിസിനസ് ഡീൽ ഉറപ്പിച്ചതിനുള്ള പാർട്ടിയിൽ മുഴുകിയിരുന്ന പിള്ളയും മക്കളും അഭിമന്യുവിന്റെ വാക്കുകൾ ഗൗനിച്ചില്ല. അവർ തങ്ങളുടെ പാർട്ടിയിൽ തന്നെ ശ്രദ്ധിച്ചു. അവൻ ഇത്ര കെഞ്ചി പറഞ്ഞിട്ടും തന്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ അതിഥികളെ സൽക്കരിച്ച് അവർക്ക് മദ്യം വിളമ്പുന്ന സോമനാഥനെ കണ്ട് അവൻ അടക്കാൻ കഴിയാത്ത വിധം ദേഷ്യം തോന്നി. കയ്യിൽ കിട്ടിയ ഒരു ഗ്ലാസ് അഭിമന്യു അതിശക്തിയായി നിലത്തേക്ക് എറിഞ്ഞുടച്ചു. പാർട്ടിയിൽ മുഴുകിയിരുന്ന എല്ലാവരും പൊടുന്നനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മൃഗങ്ങൾ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്. എന്റെ അമ്മ എന്ന പരിഗണന വേണ്ട. നിങ്ങളെപ്പോലെ ഇവിടുത്തെ ഒരു അംഗമല്ലേ അവരും? ആ മനസാക്ഷിയെങ്കിലും നിങ്ങൾക്കുണ്ടാകുമെന്ന് കരുതി എനിക്ക് തെറ്റി. അവൻ എല്ലാവരെയും നോക്കി അലറി. അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും സോമനാഥനും മക്കളും മുഖാമുഖം നോക്കി.
താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി വരാൻ തുടങ്ങിയ അഭിമന്യുവിനെ തടഞ്ഞുകൊണ്ട് രാമു അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അഭികുഞ്ഞേ, കുഞ്ഞേ! അയാൾ എന്തോ പറയാൻ മടിക്കുന്നതായി അവന് തോന്നി. എന്താ, എന്തു പറ്റി? അമ്മയെ ഒറ്റയ്ക്കാക്കി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? തന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ രാമു നിൽക്കുന്നത് കണ്ട് അവൻ എന്തോ പന്തികേട് തോന്നി. കുഞ്ഞെ, അമ്മ അമ്മ പോയി. രാമു പറഞ്ഞത് കേൾക്കവേ അഭിമന്യുവിന്റെ ശരീരത്തിൽ ആകമാനം തണുപ്പ് പടർന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു ശില പോലെ അവൻ അവിടെ തന്നെ നിന്നു. തന്റെ എല്ലാമായ അമ്മ തന്നെ വിട്ടുപോയി എന്ന വാർത്ത അവനെ തകർത്തു കളഞ്ഞിരുന്നു. അവൻ നിലത്തേക്ക് വീണുപോയി. അല്പസമയം ചലനമില്ലാതെ നിന്നെങ്കിലും അതൊരു നിലവിളിയോടുള്ള കരച്ചിലായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഒരു കുഞ്ഞിനെ പോലെ അവൻ തേങ്ങി. സാവിത്രി മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരു മരണം ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ന മട്ടിലായിരുന്നു അവിടെയുള്ളവരുടെ പെരുമാറ്റം. എല്ലാവരും പഴയതുപോലെ തന്നെ അതീവ സന്തോഷത്തിൽ. ചിരിയും ബഹളവും ആഘോഷങ്ങളും അതിന്റെ മുറ പോലെ നടന്നു. ഇതെല്ലാം അഭിമന്യുവിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇതൊന്നും കണ്ടും കേട്ടും സഹിച്ചും ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നവൻ ഉറപ്പിച്ചു. ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ അവൻ തീരുമാനിച്ചു. അഭിമന്യു തന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുടുംബവക്കീലായ വാസുദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടം വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അഭി നീ? ഒരു ഓട്ട മത്സരത്തിൽ വിജയിക്കും അതേ മത്സരം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയവനും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ നിനക്ക്? നീ ഈ മത്സരത്തിൽ വിജയിക്കണം അഭി. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ തിടുക്കപ്പെട്ട് നിന്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത്. വാസുദേവൻ അഭിമന്യുവിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പറഞ്ഞു. വാസുങ്ങളെ, അങ്കിളിനോട് എനിക്കെന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം എന്റെ അമ്മയ്ക്ക് നിങ്ങൾ എന്നും സഹോദരന് തുല്യനായിരുന്നു. എന്റെ അമ്മ സ്വന്തം ആങ്ങളമാരെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെ. പക്ഷേ ഇന്ന് അങ്കിൾ പറയുന്നത് കേട്ട് എനിക്കിവിടെ തുടർന്ന് ജീവിക്കാൻ കഴിയില്ല. ഇവിടെയുള്ളവർ ആരും മനുഷ്യരല്ല. സ്വന്തം മകളും കൂടപ്പിറപ്പുമല്ലേ എന്റെ അമ്മ. എന്നിട്ടും അവർക്കൊക്കെ എങ്ങനെ എന്റെ അമ്മയോട്? അവന്റെ സ്വരം ഇടറി. ഞാനിവിടുന്ന് എന്നേക്കുമായി ഓടിപ്പോവുകയല്ല. ഞാനൊരു ദിവസം ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. ഒരു പിടി നല്ല മനുഷ്യ സമ്പത്തുകളുമായി ഞാൻ തിരികെ വരും. ഒരു ചെറിയ പുഞ്ചിരി വാസുദേവന് നൽകിക്കൊണ്ട് അഭിമന്യു അവിടെ നിന്നും നടന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ വാസുദേവൻ അയാളെ നോക്കി നിന്നു. സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണല്ലോ അഭി നീ പോകുന്നത്. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിന്റേതാണ് അഭി. നീ അനുഭവിക്കേണ്ട നിന്റെ മാത്രം സ്വത്തുക്കൾ. എന്നെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി നീ എന്റെ അടുത്തേക്ക് തന്നെ വരും. വാസുദേവൻ ഒരു ചെറിയ ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ ആലോചിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങി അഭി നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. തന്റെ മുന്നിൽ യാത്രയ്ക്കായി തയ്യാറെടുത്ത ഒരു ബസ്സിലേക്ക് അവൻ കയറി. ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഊട്ടിയിലേക്കുള്ള ബസ്സാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. എങ്ങോട്ടെന്നില്ലാത്ത യാത്രയായതുകൊണ്ട് ആ തിരിച്ചറിവുമായി അവൻ പൊരുത്തപ്പെട്ടു. അമ്മ തന്നെ വിട്ടുപോയതിന്റെ വിഷമവും 2 നാളത്തെ ഉറക്കക്ഷീണവും ഇനി എന്ത് എന്നുള്ള ആകുലതയും അവനെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ഊട്ടിയിലെത്തിച്ചേർന്നു. ഊട്ടി എത്തിയിട്ടും ബസ്സിൽ നിന്നിറങ്ങാതെ ഉറങ്ങുന്നത് കണ്ട് അഭിയെ കണ്ടക്ടറാണ് വിളിച്ചുണർത്തിയത്. എടോ, സ്ഥലമെത്തി, ഇറങ്ങുന്നില്ലേ? ഹലോ. അഭി തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. അവൻ പെട്ടെന്ന് പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയതിനു ശേഷം തന്റെ സാധനങ്ങൾ എടുത്ത് ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഏറെ നേരത്തെ യാത്രയായതുകൊണ്ട് തന്നെ അവന് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ കണ്ട ഒരു തട്ടുകടയെ ലക്ഷ്യമാക്കി അവൻ നടന്നു. കൈയും മുഖവും കഴുകി 2 ദോശയ്ക്കായി ഓർഡർ കൊടുത്തതിനു ശേഷം അഭി ഉള്ളിലേക്കിരുന്നു. ആഹാരത്തിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് അവന്റെ അടുത്തേക്ക് ഒരു ഭിക്ഷാടക ബാലൻ നടന്നു വന്നത്. കണ്ടാൽ തന്നെ അറിയാം 2 ദിവസമായി കാണും ആ കുട്ടി എന്തെങ്കിലും കഴിച്ചിട്ട്. ചേട്ടാ. അഭിക്ക് നേരെ ആ കുട്ടി കൈ നീട്ടിയതും അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് തുറന്നു നോക്കി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ, ആ ഭക്ഷണം ഇവന് കൊടുത്തോളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഒരു ബോട്ടിൽ വെള്ളം മാത്രം വാങ്ങി. ദാഹം തീരുന്നതുവരെ വെള്ളം കുടിച്ചുകൊണ്ട് ആ പയ്യനെ ഒന്ന് നോക്കി. അവൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അഭിയുടെ വയറും മനസ്സും നിറഞ്ഞു. അഭി ചെറുപുഞ്ചിരിയോടെ ആ പയ്യന്റെ നെറുകയിൽ തലോടി. പയ്യെ കഴിക്കേ, ഇതാ ഈ വെള്ളം കൂടി കുടിച്ചോളൂ. ആ പയ്യൻ വെള്ളം കുടിക്കുന്നതിനിടയിൽ അഭിയെ നോക്കി സന്തോഷത്തോടെ
നന്ദി സൂചകമായി ഒന്ന് ചിരിച്ചു. കുറച്ചകലെ തന്റെ കാറിലിരുന്ന് ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു അയാൾ. സർ, നമുക്ക് പോയാലോ? എല്ലാവരും അവിടെ കാത്തിരിക്കുകയല്ലേ? ഡ്രൈവർ അയാളോട് ചോദിച്ചു. അബിയുടെ പ്രവർത്തികളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഡ്രൈവറിന്റെ ചോദ്യം കേട്ടില്ല. സർ, അയാൾ ഒന്നുകൂടി വിളിച്ചു. ഇപ്പോഴത്തെ ജനറേഷനിലും ഇങ്ങനെ ഒരു പയ്യനോ? മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാൾ ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. ധൃതിയോടെ വണ്ടിയെടുക്കുന്നതിൽ ശ്രദ്ധിച്ച ഡ്രൈവർ പിന്നിൽ വരുന്ന ലോറി ശ്രദ്ധിച്ചില്ല. വേഗത്തിൽ വന്ന ലോറി കാറിലേക്ക് അതിശക്തിയായി ഇടിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ ആളുകൾ നിറഞ്ഞിരുന്നു. ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ആരും അതിലിടപെടാൻ തുനിഞ്ഞില്ല. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അബി കാറിന്റെ അടുത്തേക്ക് വന്നു. ഒട്ടും തന്നെ സമയം കളയാതെ അവൻ ആക്സിഡന്റിൽപ്പെട്ട രണ്ടുപേരെയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. രണ്ടുപേരും ബോധരഹിതരായിരുന്നു. ഓ മൈ ഗോഡ്! ആക്സിഡന്റിൽപ്പെട്ട വ്യക്തിയെ കണ്ട് ഡോക്ടർ മനസ്സിൽ ആത്മഗതം പോലെ പറഞ്ഞു. അയാളെ തിരിച്ചറിഞ്ഞതും ഡോക്ടർ അടുത്ത നടപടികൾ വേഗത്തിൽ നീക്കി അദ്ദേഹത്തെ ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആരാണ് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്? ഡോക്ടറിന്റെ ചോദ്യത്തിന് പിന്നാലെ അബി മുന്നിലേക്ക് വന്നു. ഞാനാണ് സർ. നന്നായി. റൈറ്റ് ടൈമിലാണ് താൻ ഇവിടെ എത്തിച്ചത്. രവി സാറിന്റെ വീട്ടിൽ അറിയിച്ചില്ലേ? ഇല്ല സർ, ഇദ്ദേഹം ആരാണെന്ന് കൂടി എനിക്കറിയില്ല. അബിയുടെ മറുപടി കേട്ട് ഡോക്ടർ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ഞാനിവിടെ ആദ്യമാണ് സർ. ഡോക്ടറിന്റെ ചോദ്യരൂപേണയുള്ള നോട്ടം മനസ്സിലാക്കിയതുപോലെ അവൻ മറുപടി പറഞ്ഞു. ഓക്കേ, അങ്ങനെ പറ. അല്ല, രവിചന്ദ്രൻ സാറിനെ വീട്ടിലുള്ള ഒരാൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ? ഡോക്ടർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് അബി ശ്രദ്ധിച്ചു. ഊട്ടിയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് 50കളിൽ എത്തി നിൽക്കുന്ന രവിചന്ദ്രൻ. ഊട്ടിയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളും കോളേജുകളും ഇദ്ദേഹത്തിന്റേതാണ്. ഊട്ടിയുടെ പകുതി സമ്പത്തും ഇദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ആണെന്ന് തന്നെ പറയാം. താൻ രക്ഷപ്പെടുത്തിയ ആൾ ആരാണെന്ന് പോലും അറിയാതെ അബി അയാൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ഓടി നടന്നു. നഷ്ടപ്പെടലിന്റെ വേദന നന്നായി അറിയാവുന്ന അഭിക്ക് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യാൻ യാതൊരു മടിയുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ബോധം വരാതെ അവിടെ നിന്നും പോകില്ല എന്ന തീരുമാനത്തിലായിരുന്നു അവൻ. അല്പസമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു ലക്ഷറി കാർ പാഞ്ഞു വന്നു. അതിൽ നിന്നും അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി വേഗത്തിലിറങ്ങി റിസപ്ഷൻ ലക്ഷ്യമാക്കി ഓടി. അവൾക്ക് പിറകെ കറുത്ത വസ്ത്രധാരിയായ ഒരു ഗൺമാൻ കൂടി ഉണ്ടായിരുന്നു. അച്ഛനെ ആരാ ഇതുപോലൊരു ലോക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? അവൾ ശബ്ദമുയർത്തി ആരോടെന്നില്ലാതെ ചോദിച്ചു. ബഹളം കേട്ടാണ് ഡോക്ടർ റിസപ്ഷനിലേക്ക് വന്നത്. പല്ലവി, രവിചന്ദ്രൻ സാറിന്റെ മകൾ അല്ലേ? ഡോക്ടർ തന്റെ സംശയം ഉറപ്പിക്കുന്ന ഭാവത്തിൽ ചോദിച്ചതും അവൾ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. പല്ലവി പല്ലവി, രവിചന്ദ്രൻ സാറിന്റെ മകൾ അല്ലേ? ഡോക്ടർ തന്റെ സംശയം ഉറപ്പിക്കുന്ന ഭാവത്തിൽ ചോദിച്ചതും അവൾ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. പല്ലവി, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. യുവർ ഫാദർ ഇസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. അത് കേട്ടതും അവൾക്കൊന്ന് ആശ്വാസമായി. തക്ക സമയത്താണ് ആ പയ്യൻ ഇവിടെ എത്തിച്ചത്. ഇന്ന് എന്നെ റൂമിലേക്ക് മാറ്റാം. ഇയാളാണ് രവിചന്ദ്രൻ സാറിനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചത്. ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കാനോ അബിയെ ഒന്ന് നോക്കാനോ അവൾ താല്പര്യപ്പെട്ടില്ല. എനിക്ക് അച്ഛനെ കാണണം. കം വിത്ത് മീ. അവൾ ഡോക്ടർക്ക് പുറകെയായി നടന്നു. അച്ഛനെ ഒരു നോക്ക് കണ്ടപ്പോൾ അവൾ വിതുമ്പാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം ഒന്ന് മാറിയപ്പോഴേക്കും, അവൾ ഒരേങ്ങലോടെ പറഞ്ഞു. രവിചന്ദ്രനെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. അച്ഛന്റെ അടുത്ത് നിന്ന് മാറാതെ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് പല്ലവി അവിടെ തന്നെ നിന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ? അവളുടെ ചോദ്യത്തിന് കണ്ണുകൾ കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടി കൊടുത്തതിനു ശേഷം അയാൾ അവിടെ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അച്ഛൻ ആരെയാ നോക്കുന്നത്? കുമാരങ്ങളെയാണോ? അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. തലയ്ക്കൊരു ചെറിയ സ്റ്റിച്ച്. വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പല്ലവി ചിരിയോടെ അദ്ദേഹത്തെ നോക്കി. എന്നാൽ രവിചന്ദ്രൻ തന്നെ രക്ഷിച്ച ആളെ തിരയുകയായിരുന്നു. ഒരുപാട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി തന്നെ രക്ഷിക്കാൻ മനസ്സ് കാണിച്ചത് അവൻ മാത്രമാണെന്ന് അയാൾക്കറിയാം. എന്തോ ആ സമയം കുടുംബത്തെക്കാൾ ഉപകരിക്കുക അവനാണെന്ന് അയാളുടെ മനസ്സിൽ തോന്നി. എന്നെ ഇവിടെ എത്തിച്ച പയ്യൻ? രവി പല്ലവിയെ നോക്കി. പുറത്തു നിൽപ്പുണ്ട്. അച്ഛനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത്. പല്ലവി മറുപടി നൽകി. രവിചന്ദ്രൻ തന്റെ ഗൺമാനെ ഒന്ന് നോക്കിയതും അയാൾ പുറത്തേക്ക് പോയി.
അടുത്ത നിമിഷം വാതിൽ തുറന്ന് അഭി അകത്തേക്ക് വന്നു. എന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത്? എനിക്കൊന്നും വേണ്ട സർ. തിരികെ എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല ഞാൻ ആ സമയം സാറിനെ രക്ഷിച്ചത്. അതെന്റെ കടമയായി തോന്നി. ഒരു ജീവൻ രക്ഷിച്ചതിന് പകരമായി എനിക്കൊന്നും വേണ്ട. അഭി നിറഞ്ഞ ചിരിയോടെ അയാളെ നോക്കി. അവന്റെ മറുപടി കേട്ട് പല്ലവി അഭിയെ ആശ്ചര്യത്തോടെ നോക്കി. ഇന്നത്തെ കാലത്ത് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഒരാളോ? അവൾ ചിന്തിച്ചു. അഭിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ രവിക്ക് താല്പര്യം തോന്നി. തന്റെ പേരെന്താ? എവിടെയാ നാട്? എന്ത് ചെയ്യുന്നു? എന്റെ പേര് അഭിമന്യു. പറയാൻ ബന്ധുക്കളായി ആരുമില്ല. ഞാനൊരു അനാഥനാണ് സർ. കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു ജോലി തിരക്കി ഊട്ടിയിലേക്ക് വന്നതാണ്. അഭി പറഞ്ഞു. മോളെ, ആ പൈസ എടുത്ത് അഭിമന്യുവിന് കൊടുക്കൂ. അത് കേൾക്കവേ അഭിയുടെ മുഖം മാറി. എനിക്ക് പൈസ ഒന്നും വേണ്ട സർ. ഞാൻ അതിനുവേണ്ടിയല്ല സാറിനെ രക്ഷിച്ചത്, അഭി പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ നീരസം മനസ്സിലാക്കി രവി അഭിയെ നോക്കി. അഭിമന്യു, താൻ എന്നെ തെറ്റിദ്ധരിച്ചു. ഇതൊരു അഡ്വാൻസ് ആണ്. നാളെ തനിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് കയറാം. അദ്ദേഹം പറയുന്നത് കേട്ട് ആശ്ചര്യത്തോടെ അവൻ രവിയെ നോക്കി. പല്ലവിയും ആകെ അത്ഭുതപ്പെട്ട് അച്ഛനെ തന്നെ നോക്കുകയായിരുന്നു. ശേഷം തിരിഞ്ഞ് അവൾ അഭിയെ നോക്കി. അവനും ആകെ അന്താളിപ്പോടെ അദ്ദേഹത്തെ നോക്കിയിരിക്കുകയാണ്. കുറച്ചു സമയത്തെ ചിന്തയ്ക്ക് ശേഷം അഭി അയാളോടായി പറഞ്ഞു. ഇപ്പോൾ ഒരു ജോലി വേണ്ട എന്ന് പറയാനുള്ള അവസ്ഥയിലല്ല സർ ഞാൻ. പക്ഷേ നിങ്ങൾ ഈ ജോലി എനിക്ക് നൽകുന്നത് സാറിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമാകരുത്. ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകാം. അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം എനിക്കൊരു ജോലി നൽകിയാൽ മതി. അല്ലെങ്കിൽ നാളെ ഈ ജോലി എനിക്കൊരു ബാധ്യതയാകും. അഭിമാനിയായ അവന്റെ വാക്കുകൾ കേട്ട് രവിചന്ദ്രന്റെയും പല്ലവിയുടെയും മനസ്സ് നിറഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് പല്ലവിക്കും ബഹുമാനം തോന്നി. ഐ എം ഇംപ്രസ്ഡ് അഭിമന്യു. തൽക്കാലം നാളെ തന്നെ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോയിൻ ചെയ്തോളൂ. അതിനുശേഷം തന്റെ ടാലന്റ് ശരിക്കും മനസ്സിലാകുമ്പോൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി കമ്പനിയിൽ നൽകാം. അതുപോലെ അദ്ദേഹം അഭിയെ നോക്കി. അവൻ കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം സമ്മതമാണെന്ന് അറിയിച്ചു. ഈ സമയം അത്രയും പല്ലവി അഭിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും അവളിൽ മതിപ്പുളവാക്കി. എന്നാൽ തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഒരു തവണ പോലും അഭി നോക്കിയില്ല. പൊടുന്നനെ ആരോ വാതിൽ വലിയ ശബ്ദത്തിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി വന്നു. രവിചന്ദ്രനും അഭിയും പല്ലവിയും ഒരേപോലെ തിരിഞ്ഞു നോക്കി. അകത്തേക്ക് വന്ന ആളെ കണ്ട് രവിക്കും പല്ലവിക്കും ഒരുപോലെ ദേഷ്യം തോന്നി. അവർ താല്പര്യമില്ലാത്ത മട്ടിൽ പരസ്പരം നോക്കി. ആരായിരിക്കും ഉള്ളിലേക്ക് കയറി വന്നത്? മേപ്പാട്ടെ സ്വത്തുക്കൾ അഭിയുടേതാണെന്ന് എന്തുകൊണ്ടായിരിക്കും സാവിത്രി അവനെ അറിയിക്കാതിരുന്നത്? അറിയുവാനായി കേട്ടുകൊണ്ടേയിരിക്കാം പോക്കറ്റ്